ഹംപി യാത്രയുടെ രണ്ടാം ദിനം തുടങ്ങുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തു നിന്നാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഇത് വിരൂപാക്ഷ ക്ഷേത്രമാണ്. ഹംപി വിജയനഗര സാമ്രാജ്യത്തിൽ നിലനിൽക്കുന്ന പൂജയുള്ള നശിക്കാത്ത ഒരേ ഒരു ക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം. ഇത് ലോർഡ് ശിവയ്ക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ്. ധാരാളം കല്ലുകൾ അതിൻ്റെ സമീപ പ്രദേശത്തുള്ള കുന്നുകളിലൊക്കെ അടുക്കി അവരെ വെച്ചിട്ടുള്ളതുപോലെ നമുക്ക് തോന്നും. വിരൂപാക്ഷ ഈസ് എ 7th century temple designated as a UNESCO World Heritage Site. The temple is dedicated to Sri Virupaksha, Lord Shiva. The temple was expanded by Lakhan Dandesha, a Nayaka under the ruler Devaraya II. The Virupaksha Pampa sanctuary existed well before the Vijayanagara capital was located here. Inscriptions referring to Shiva date back to the 9th and 10th centuries. What started as a small shrine grew into a large complex under the Vijayanagara rulers. എൻ്റെ അടുത്ത ലക്ഷ്യം ആഞ്ജനാദ്രി കുന്നുകളാണ്. അങ്ങോട്ടേക്കുള്ള വഴിയിൽ ഒരു ചെറിയ പയ്യൻ അവൻ്റെ കടയിലേക്ക് എന്നെ ക്ഷണിച്ചു. बड़ा है ना? बड़ा है तो मेरा सेम. सेम. This and put this. Put this. अच्छा, कितना है? I'll tell this. That is 220. That is small. This is bigger. This is 320, and this is 320. തുംഗഭദ്ര നദി കടന്നു വേണം ആഞ്ജനാദ്രി കുന്നുകളിലേക്ക് പോകാനായിട്ട്. ഹംപിയുടെ എതിർവശത്തായിട്ടാണ് ആഞ്ജനാദ്രി കുന്നുകളുള്ളത്. തുംഗഭദ്ര നദിയിൽ ധാരാളം കുട്ടവഞ്ചികളുണ്ട്. അതിൽ കയറിയാൽ 100 രൂപ കൊടുത്താൽ നമുക്ക് അക്കരെ എത്താനായിട്ട് സാധിക്കും. കുറച്ച് മലയാളികളൊക്കെ കുട്ടവഞ്ചിയിൽ ഉണ്ടായിരുന്നു. തുംഗഭദ്ര ചരിത്രം പറയും പോലെ തന്നെ മനോഹരിയായിരുന്നു. വലിയൊരു സാമ്രാജ്യത്തിൻ്റെ തിരുശേഷിപ്പുകൾ ആ നദിയുടെ കരയിലും നദിയിലും നമുക്ക് ദർശിക്കാൻ സാധിക്കുമായിരുന്നു. അക്കരെ എത്തി ഒരു ഓട്ടോ പിടിച്ച് നേരെ ആഞ്ജനേയ പർവ്വതത്തിൻ്റെ അടുത്തെത്തി. അങ്ങനെ ആഞ്ജനേയ പർവ്വതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ കവാടത്തിൽ അഞ്ജനയും ഹനുമാനും ഉണ്ടായിരുന്നു. ആഞ്ജനാദ്രി ഹിൽ, ഓൾസോ നോൺ ആസ് ആഞ്ജനാദ്രി ബെട്ട, ഈസ് എ ഹിൽ ലൊക്കേറ്റഡ് നിയർ ഹംപി ഇൻ ദ കൊപ്പൽ ഡിസ്ട്രിക്ട് ഓഫ് കർണാടക. It is believed to be the birthplace of the Hindu deity Hanuman and is also known as the birthplace of Anjana, his mother, hence the name Anjanadri. കാല് കഴുകി ചെരുപ്പുകൾ ഊരിയിട്ടിട്ട് വേണം മല കയറാനായിട്ട്. വലിയ പാറകൾ അടുക്കി വെച്ചിട്ടുള്ള വലിയൊരു കുന്നാണ്. നല്ല കയറ്റമാണ്. 550ഓളം പടികൾ മുകളിലേക്കുണ്ടെന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് ആഞ്ജനാദ്രി ഹിൽസ്. ഞാൻ മല കയറുകയാണ്. കിഷ്കിന്ധ എന്ന് പറയുന്ന പുരാണത്തിലെ രാമായണത്തിലെ രാജ്യമാണിത്. ഈ കിഷ്കിന്ധ രാജ്യത്തെ ഒരു കുന്നാണ് ആഞ്ജനാദ്രി ഹിൽസ്. ഈ ആഞ്ജനാദ്രി ഹിൽസിലാണ് ഹനുമാൻ പിറവിയെടുത്തതെന്നാണ് പറയുന്നത്. അഞ്ജനയുടെ നാട് ഇവിടെയായിരുന്നു എന്ന് പറയുന്നു. The hill is a popular pilgrimage site and offers panoramic views of the surrounding landscape, including the Tungabhadra river and the ruins of Hampi. ഏകദേശം ഒരു 10,500 അടി ഉയരമുള്ള കിഷ്കിന്ധ ആഞ്ജനേയ പർവ്വതത്തിന് മുകളിലാണ്. ഹനുമാൻ്റെ ബർത്ത് പ്ലേസ് ആണെന്ന് പറയപ്പെടുന്ന ആ ക്ഷേത്രമാണ് എനിക്ക് മുമ്പ് കാണുന്നത്. ഈ ഹിൽ ടോപ്പിലുള്ളതാണ്. ഞാൻ നിങ്ങളെ ഇതിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ കാണിക്കാം. ഇതിൻ്റെ ചുറ്റും ഉള്ള ഹംപിയുടെ സ്ഥലങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുള്ളാണ് 360 വ്യൂ. ഇപ്പോൾ കയറണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് സ്റ്റെപ്സ് നമ്മൾ കയറി വരണം. അതുകൊണ്ട് നല്ല നെൽപ്പാടങ്ങളും എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രദേശങ്ങൾ. ഇതിൻ്റെ ഇടയിൽ കൂടെ വലിയ മാത്രം സ്റ്റെപ്പ് അപ്പുറത്ത് കയറാൻ പറ്റുള്ളൂ. കണ്ട തിരിച്ചിട്ട് കാണിക്കാം. കണ്ടോ
വലിയൊരു വാനരസേന തന്നെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞാൻ നാട്ടിലേക്ക് വണ്ടി കയറുമ്പോൾ എൻ്റെ മനസ്സിൽ ഉടക്കിയത് ഹംപിയിലെ മായാക്കാഴ്ചകളായിരുന്നു. ഇനിയും ഈ മഹാനഗരം എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ.